ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആൾക്കാരും നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടൈം ഉണ്ടല്ലോ, +1 +2 10ാം ക്ലാസ്, ആ ഒരു ടൈം ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ലാതെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയലാണ്. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റും അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള കറക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് വേസ്റ്റ് ചെയ്ത് കളയലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനും ആ ടൈമിൽ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ചെയ്തിരുന്നു. ബട്ട് എൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ചാണ്ട് അന്നത്തെ ടൈമിലുള്ള എനിക്ക് ഞാൻ അഡ്വൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ 20s നമുക്ക് ടോപ്പിലെത്താൻ പറ്റും. നമ്മൾ ഹൈസ്കൂളിൽ +1 +2 പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോൻ്റെ ഒപ്പം ഇങ്ങനെ പോവായിരിക്കും. എന്താണോ ടീച്ചർമാർ പറഞ്ഞു തരുന്നത്, എന്താണോ നമ്മൾ ഫ്രണ്ട്സ് ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനെ പോവായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല. ജസ്റ്റ് കുറച്ച് സിനിമക്ക് പോവുക, ചങ്ങന്മാരപ്പോൾ ഒന്ന് ട്രിപ്പൊക്കെ പോകണം, അങ്ങനെ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളൊക്കെ ഒരു ചിന്തയായിരിക്കും. അതേപോലെ ബോയ്സിൻ്റെ കേസിലാകുമ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ബോയ്സിന് വേണ്ടിയാണ്. അപ്പോൾ ബോയ്സിൻ്റെ കേസിലാകുമ്പോൾ ഓലെന്താ ചെയ്യാം, അതുപോലെ ഓലെ എനർജിയും ഫോക്കസും ഗേൾസിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് അതും വേസ്റ്റ് ആകും. സോ ബോയ്സ് ലിസൺ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കോ. ഇത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ലെവൽ വേറെ കാര്യം. ഒന്നാമത്തെ സംഭവമാണ് ഫിസിക്കൽ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ടൈമിൽ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ജിമ്മിലേക്ക് പോയി എന്ന് വരില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഏതെങ്കിലും ഒരു സ്പോർട്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യണം. കാരണം അന്നത്തെ കാലം എന്ന് പറയുന്നത് എല്ലാവരും പൊട്ടം കളിച്ച് നടക്കുന്ന ടൈമേക്കരം. ആ ടൈമിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അടിപൊളി എലൈറ്റ് ഫിസിക്സ് എന്നൊന്നുമല്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്ത ബോഡിയും സ്റ്റാമിനയും പവറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ കമാൻഡ് റെസ്പെക്ട് ഫ്രം അതേഴ്സ്. അതെന്തും ആയിക്കോട്ടെ. കാരണം നമ്മൾ നോർമലി ഇപ്പോൾ ആ പ്രായത്തിലുള്ള ചെറുക്കന്മാരൊക്കെ എന്തെങ്കിലും കൂടുതലുണ്ടാവുക, ഫുട്ബോളൊക്കെ ഉണ്ടാവുക. അപ്പോൾ മതി ഫുട്ബോൾ, അല്ലെങ്കിൽ സ്കൂളത്തെ സ്പോർട്സുകൾ ഉണ്ടാവുമല്ലോ, സ്പ്രിൻറ്റിങ്ങും ജമ്പിങ്ങും അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രെയിനിങ്ങിൽ ഏർപ്പെടുക. അപ്പോൾ അതായിരിക്കും നിങ്ങളെ ഭാവിയിലുള്ള ഫിറ്റ്നസ്സിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ അതെന്ത് ചെയ്യും, ബിൽഡ് ചെയ്ത് തരും. അതുമാത്രമല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നമ്മളെ ലുക്കും ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതിന് തന്നെ നമുക്ക് എന്തായാലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏത് ടൈപ്പ് ആണെങ്കിലും അതിൽ അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെയിനും കാര്യങ്ങളും അതിലുണ്ടാവും. പെയിൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈപ്പോട്രഫി നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെയിന് വന്നതിൻ്റെ ശേഷമല്ലേ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഏതൊരു സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ ലെവൽ പുഷ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മുമ്പ് എത്താൻ പറ്റുക. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നിന്ന് പഠിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം, അന്ന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്നാണ്. കാരണം ഹൈസ്കൂളിലൊക്കെ ആ ഒരു ടൈമിൽ +1 +2 എൻ്റെ മനസ്സിൽ നല്ല മാർക്ക് വാങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മാർക്ക് വാങ്ങാമെന്ന് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ജസ്റ്റ് ക്രാം ചെയ്യണ മാതിരിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി. അത് ജീവിതത്തിൽ ഉപകാരം ഉണ്ടോ ഉപകാരം ഇല്ലെന്നൊന്നുമില്ല, അങ്ങനെ പഠിക്കുക. അതിന് പകരം ഒരു എന്താ പറയുക, ഡീസൻറ്റ് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഇനി ഒരു ദിവസം എത്ര വെച്ചാൽ അത്ര ടൈം ക്ലാസ്സിലെടുത്തത് മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു 10 വിഷയമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ സ്കൂളത്തെ അക്കാഡമിക് ഇതല്ല ഞാൻ പറയണത്, നിങ്ങൾക്ക് ജെനുവൻലി ഉള്ളിലൊരു എന്തൂസിയാസം ക്യൂരിയോസിറ്റി വരുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, മൃഗങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ സംബന്ധിച്ച് ഹ്യൂമൻ പെർഫോമൻസ്, ബയോ ഹാക്കിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്, സ്ലീപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഫിസിക്സിലുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് അതിന് ചെറിയൊരു എലമെൻറ്റ് നമുക്ക് ഇന്ന് കിട്ടും. പിന്നെ ഭാവിയിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകാൻ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡീസൻറ്റ് ഗ്രേഡ് കിട്ടാൻ എപ്പോഴും നോക്കുക. ഞാൻ ഈ ഹൈസ്കൂൾ ടൈമിലൊന്നും ഡീസൻറ്റ് ഗ്രേഡ് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. ഡെയിലി എടുത്തത് എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആകാൻ അവിടുന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ജസ്റ്റ് മറക്കാതെക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഹോംവർക്കും ലേണിംഗ് ഒക്കെ പാടായിക്കാണ്ട്. പക്ഷെ ആകെ ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ അത്ര വലിയ പണിയുണ്ടാവും. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, ഒരുവിധം ചെറുക്കന്മാർ മറ്റേ എന്താണ് ടിക്ടോക്ക് ബോയ്സ് മാതിരി നടക്കുന്നത്. ആ ഒരു ടൈപ്പ് ഡ്രസ്സിങ്ങും ആ ഒരു ടൈപ്പ് നടത്തും, സ്കിന്നിയായി അതിക്ക് മാലയിട്ട് ആകെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടാണ്ട് ഓവർ സൈസ് ഡ്രസ്സ് ഇട്ടാണ്ട്. വാട്ട് ദ ഫക്ക് ബ്രോ, യു ഷുഡ് ലുക്ക് ലൈക്ക് എ മാൻ. ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയാണ്, അതൊരു ഇമ്മച്ചുവർ ഒരു എന്താ പറയുക ടിക്ടോക്ക് ബോയ് സ്റ്റൈല് നാ. അപ്പോൾ ആ ഒരു ട്രെൻഡിന് പുറകെ പോകരുത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഡ്രസ്സിങ് പഠിക്കാം. ഓവർ സൈസ്ഡ് ഡ്രസ്സുകളോ റിലാക്സ്ഡ് ഫിറ്റുകളോ ഇടണ്ടെന്നല്ല, അതൊക്കെ ഞാനും ഇടലുണ്ട്. ബട്ട് അതൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് രീതിയിലിടുക. ഇത് കുറേ ആൾക്കാർ കാണാൻ എന്താ കിളിപ്പച്ച ഷൂവും ഓവർ ബാഗ് പാൻറ്റും, അതിക്ക് കയ്യും ഇടാൻ ഓരോ മുത്തിൻ്റെ ഓരോ എന്താ പറയുക ബ്രേസ്ലെറ്റും, പിന്നെ അതിക്കൊരു മാലയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല മെയിൽ റോൾ മോഡൽസ് ഉണ്ടാവുമല്ലോ,
നമ്മുടെ സൊസൈറ്റിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കിട്ടുമല്ലോ ഈ മാഗാജി അങ്ങനത്തെ ആൾക്കാരും. അപ്പോൾ ഇവരുടെയൊക്കെ ഡ്രസ്സിങ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നല്ലൊരു അടിപൊളി നല്ല വെൽത്തും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല ഫാമിലിനൊക്കെ നോക്കി നല്ല അടിപൊളി ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള മെച്ചുറായിട്ടുള്ള ആൾക്കാർ, നല്ല സ്ട്രോങ് റോൾ മോഡൽസിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓലെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. നാലാമത്തെ സംഭവമാണ്, ഇപ്പോൾ ആരും അതിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ആ ഒരു ടൈമിൽ ഹൈസ്കൂൾ ടൈമിലും +1 +2 ടൈമിലൊന്നും തീരെ പ്രാധാന്യം കൊടുക്കാത്തൊരു സംഭവമാണ് ഫിക്സ് യുവർ സ്ലീപ്പ് ആൻഡ് യുവർ ഡയറ്റ്. കാരണം അന്ന് ഉച്ചക്കൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് +1 +2 ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തിരുന്നു. പക്ഷെ എൻ്റെ ഒപ്പമുള്ള അധികം എന്ന് പറഞ്ഞാൽ ഒരു 90% ആൺകുട്ടികളും പുറത്തേക്കാണ് കഴിക്കാൻ പോവുക ഹയർ സെക്കൻഡറിയിൽ. എന്നിട്ട് ഓല എന്താ കഴിക്കുക, ഒന്നില്ലെങ്കിൽ കഞ്ഞി അച്ചാറും അല്ലെങ്കിൽ പൊറാട്ടയും അതിക്ക് ഫ്രീ കറിയും. ഇതിൽ നിന്ന് എന്താ കിട്ടുക? ഇതൊന്നും കിട്ടില്ല. എനിക്ക് അന്ന് ന്യൂട്രീഷനെ കുറിച്ച് ഐഡിയ ഉണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തിരുന്ന മിസ്റ്റേക്ക് അന്നിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡുകൾ, ചോറ് ആണെങ്കിൽ ചോറായിക്കോട്ടെ, വീട്ടിലുണ്ടാക്കിയ ചോറായിക്കോട്ടെ, അതിക്ക് എന്താണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, മുട്ട, മീനോ, ചിക്കനോ, ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ പൊറാട്ടയും ഫ്രീ കറിയും പോയി കഴിച്ചാണ്ട് ഒരു സാധനം ഇല്ലാതെ വേറെ കാർബോഹൈഡ്രേറ്റ് മാത്രം കയറ്റിയാണ്ട്. കാരണം അത് നിങ്ങൾ വളരുന്ന പ്രായമാണ്, നമ്മളെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈമിൽ നമുക്ക് നല്ല അടിപൊളി ഡയറ്റ് വേണം. അതേപോലെ തന്നെ രാത്രി ഫോണുമ്പോൾ കളിച്ച് കാണും, പെസ് കളിച്ച് കാണും, ഗെയിം കളിച്ച് കാണും, ടൈം കളഞ്ഞാണ്ട്. ഞാൻ ഒരുത്തനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഫിറ്റ്നസ്സും ഉറക്കൊക്കെ ബന്ധമുണ്ടോ? ഞാനൊക്കെ ഇപ്പോൾ ഫോണുമ്പോൾ കളിച്ചാണ്ട് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അങ്ങനെ അവൻ പറഞ്ഞത്. കാരണം അതാണ് സംഭവിക്കുന്നത് ആ ടൈമിലൊക്കെ, ചാറ്റ് ചെയ്ത് കണ്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് ഉറക്കം എന്ന് പറയുന്നത് എന്തിനാണ്, ഉറക്കത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മളെ ബോഡീൻ്റെ ഒരുവിധ എല്ലാ ആക്ടിവിറ്റീസും ഉറക്കത്തിൻ്റെ ബേസിലാണ്. ഉറക്കം മര്യാദക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇമോഷൻസ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി തന്നെ മാറും. ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് വരെ കൂടുന്നുണ്ട് സ്ലീപ്പ് ഡിപ്രിവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ. അതൊരു ചെറിയ സംഭവമല്ല. അപ്പോൾ അതിൽ പ്രാധാന്യം കൊടുക്കുക. അത് നിങ്ങൾ പഠിക്കാനായിക്കോട്ടെ, നിങ്ങൾ ഫുട്ബോൾ കളിച്ചാനായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കണമെങ്കിൽ ഉറക്കം അത്യാവശ്യമാണ്. ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ നോക്കുക. ഇനി എനിക്ക് കിട്ടാതെ പോയൊരു സംഭവമാണ് അന്ന് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ എല്ലാവരും സ്റ്റാൻഡേർഡ് ഫ്രണ്ട്സ് ആവണമെന്നില്ല. അതിൽ ബാഡ് ഹാബിറ്റ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത, ജീവിതം മുന്നോട്ട് ഇനി എങ്ങനെ കൊണ്ടുപോകും, ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിനെ കുറിച്ച് ഒരു ഗോൾസോ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനത്തെ പോലെയൊക്കെ ഡിച്ച് ദം, ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ അതേപോലെയുള്ള ഗോൾസുകളുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് നല്ലൊരു ബോഡി ഉണ്ടാക്കണം, നല്ല ഭാവിയിൽ പൈസ ഉണ്ടാക്കണം, സക്സസ്ഫുൾ ആവണം, ഫാമിലിനെ നല്ല രീതിയിൽ നോക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഫ്രണ്ട്സിനെ സ്കൂളിൽ തന്നെ ആവണമെന്നില്ല, എവിടെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പോലെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി ലൈക്ക് അയൺ ഷാർപ്സ് അയൺ. അതേപോലെ തന്നെ യു ആർ ദ സം ഓഫ് 5% യു ആർ സിറ്റിംഗ് വിത്ത് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മളെങ്ങനെ ചിന്തിക്കും, നമ്മളെങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ. നിങ്ങളെ സ്പോർട്സിലും സ്റ്റഡീസിലും എന്തിലായിക്കോട്ടെ നിങ്ങളെ മുമ്പക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവരെ കുറിച്ച് കുറ്റം പറയാം, അതേപോലെ ഇന്നിറങ്ങിയ സിനിമ ഏതൊക്കെയാണ്, അതുപോലെ ഇന്നേതാ ഗെയിം കളിച്ചേണ്ടത്, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ തട്ടുക, ഒഴിവാക്കുക. പിന്നെ ഒരുവിധം പല ചെറുക്കന്മാർക്കും അറിയുണ്ടാവും, അന്ന് ആ ഒരു ടൈമിൽ നമുക്ക് പൈസ ഇട്ടാൻ വേണ്ടി നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കും അല്ലേ. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പത്രം ഇടാൻ പോയിക്കണ്, ഞാൻ ഫാൻസിയിൽ നിൽക്കാൻ പോയിക്കണ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ പറയണു, ആ ഒരു ഏരിയ തന്നെ പോവാതെ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലേ സ്കൂളുള്ളൂ, അതല്ലാത്ത ടൈമുകളുണ്ടല്ലോ. അപ്പോൾ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പൈസ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, സെയിൽസും അങ്ങനെ ചെറിയ രീതിയിൽ ബിസിനസ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കണ്ടന്റ് ക്രിയേഷൻ ട്രൈ ചെയ്ത് നോക്കുക, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് നോക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ട്രൈ ചെയ്യുക. കൂടുതൽ ആൾക്കാരും ആ ഒരു ടൈമിൽ ആ ഫ്ലോൻ്റെ ഒപ്പം ഇങ്ങനെ പോകുള്ളൂ, കംഫർട്ട് സോണിൽ നിന്നാണ്ട്. അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിങ്ങളെ സ്കില്ല് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ വളർത്തി കൊണ്ടുവന്നു, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോർട്സിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തു, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽസ്, കച്ചവടം, ബിസിനസ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ചെറുക്കന്മാർ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഡൗൺവേർഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രഗ്സ്, പോണ്, ഇങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സുകളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അഡിക്ഷൻസൊക്കെ ഏതൊരു അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഏകദേശം ഒരു 18 വയസ്സിൻ്റെ മുമ്പാണ്, ഒരു 90% ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഓരോ ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ടാവുക ആ ടൈമിലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ അതിന് വിട്ട് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് 20s അത് ആ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പീരീഡാണ്
കൂടുതൽ ആൾക്കാരും അഡിക്ഷനിലേക്ക് നയിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺസിക്വൻസസ് അറിയില്ല. നമ്മളത് യൂസ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വരിക. പിന്നീട് വലുതാകുമ്പോൾ അതിങ്ങനെ കുറേ കാലം ഉപയോഗിച്ച് പിന്നീട് അത് ആ ഒരു സംഭവം, ആ ഒരു ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ട്രിഗർ എവിടുന്ന് കിട്ടിയാലും ആ ഹാബിറ്റ് ഓട്ടോമാറ്റിക് പെർഫോം ചെയ്യും നമ്മൾ. അങ്ങനെ രീതിക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻസ്റ്റഡ് എന്ത് ചെയ്യുക, ആ ഒരു പ്രായങ്ങളിൽ ഇങ്ങനത്തെ ഒരു അഡിക്ഷൻസിലും വീണ് പോവാതെ നോക്കുക. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ, കുറേ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് സ്റ്റോപ്പ് ചേസിങ് ഗേൾസ്. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, നിങ്ങൾ ഓടി എത്തിയിട്ടില്ല. നിങ്ങളെ തന്നെ നോക്കി നോക്കി. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 കൊല്ലം, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 18 വയസ്സായിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊരു 7-8 കൊല്ലം ഫുൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലാണ്. ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കൗട്ട് ചെയ്താണ് നിങ്ങളെ ബോഡി നിങ്ങൾ ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്, നിങ്ങളുടെ സ്ലീപ്പ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8-7 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ എവിടെയായിരിക്കും, നിങ്ങൾ ഓടിക്കുന്ന വണ്ടി ഏതായിരിക്കും, നിങ്ങളുടെ ലുക്ക് എങ്ങനെ ആയിരിക്കും അല്ലേ? പക്ഷേ അത് ചിന്തിക്കാതെ നമ്മൾ ഇപ്പോഴത്തെ ലുക്ക് വെച്ചാണ്ട്, ഇപ്പോഴത്തെ നമ്മളെ ബോഡി വെച്ചാണ്ട്, ഇപ്പോഴത്തെ നമ്മളെ സ്കിൽസ് വെച്ചാണ്ട് നമ്മളൊരു റിലേഷൻഷിപ്പിന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഗേൾസിൻ്റെ അട്രാക്റ്റീവ്നെസ് കൂടുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടി നേരത്താണ്, പക്ഷെ ബോയ്സിൻ്റെത് കുറച്ചുകൂടി ലേറ്റാണ്. നമ്മളതൊരു 25 കഴിഞ്ഞിട്ടാണ്. അതുവരെ നമ്മൾ പൊട്ടം കളിച്ചിറക്കുന്ന ചെറുക്കന്മാരെ കയറാം. വലിയ സൈസും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടാവില്ല, താടി മീശൊന്നും മര്യാദക്ക് വന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഒരു ലേറ്റ് 20s-ലും 30s-ലൊക്കെയാണ് നമ്മളെ പ്രൈം ലുക്ക് വരുന്നത്. അതേസമയം ഗേൾസിനെ സംബന്ധിച്ച് ഓരോ പ്രൈം ലുക്ക് വരുന്നത് ഒരു 18 to 25. ഇറ്റ് ഡിപ്പെൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ കോമൺ ആയിട്ട് ഞാൻ പറയണത് അതിൻ്റെ ഉള്ളിലാണ് വലിയ നല്ല ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു 18 വയസ്സുള്ള കുട്ടി നല്ല ചുരുക്കുണ്ട്, അപ്പോൾ ഞാനും 18 വയസ്സാണ് പോയിക്കാണ്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗേള് അവളെ പീക്ക് ലുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രൈമിക്ക് എത്തിയിട്ടില്ല. ഈ ഗേൾസിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെങ്ങാട്ടും വയസ്സ് കൂടിയ 10-27 വയസ്സുള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല ഫാമിലിയൊക്കെ നോക്കാൻ കരുത്തുള്ള ഒരാണായിരിക്കും. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ വെറുതെ പട്ടിയാവാൻ തന്നെ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ബിൽഡ് യുവർ സെൽഫ്. ഒരു എംപയർ ബിൽഡ് ചെയ്യുക, എന്നിട്ട് അതിന് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്താൽ നിങ്ങളൊരു 27-28 ആവുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു 18, 20, 21, 22 വയസ്സിലുള്ള പീക്ക് ലുക്കിലുള്ള ഗേൾസൊക്കെ നിങ്ങളെ പീക്ക് ലുക്കിലെത്തുമ്പോൾ നോർമലി നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആവും. അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ യു അട്രാക്ട് വാട്ട് യു ആർ, നോട്ട് വാട്ട് യു വാണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് നല്ല ഭംഗിയുള്ള ഒരാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണറായിട്ട് ആ ഒരു ആഗ്രഹം മാത്രം പോരാ. യു അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങളുടെ ലെവലും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ പൊട്ടനാണെന്നുണ്ടെങ്കിൽ, എവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തിനാ ആ പാർട്ട്ണർക്ക് നമ്മളാവശ്യം? ആ പാർട്ട്ണറിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്ക്. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 25-26 വയസ്സുള്ള നല്ല അടിപൊളി സെറ്റിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യലിയും അതുപോലെ ലുക്ക് വൈസ് ഒക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഓഫേഴ്സ് എനിക്ക് വരുന്നുണ്ട്. പിന്നെ എന്തിനാ ഈ പൊട്ടനെ ഞാൻ ചൂസ് ചെയ്യേണ്ട ആവശ്യം? ഒന്ന് ചിന്തിച്ച് നോക്കുക. കൂടുതൽ കേസിലും അല്ലാതെയും വർക്കൗട്ടാണ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ എന്നിട്ട് ആ ലെവലിലേക്ക് എത്തിയിട്ടും ചിന്തിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിലേഷൻഷിപ്പ് എത്ര ക്വാളിറ്റി ഉള്ള കാര്യം എന്നുള്ളത്. പിന്നെ അടുത്താണ്, ഈ ഒരു പ്രായങ്ങളിൽ ഒരു 16, 17, 18 ആ ഒരു ടൈമിലൊക്കെ ഇനി എന്തൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സംഭവങ്ങൾ നിങ്ങൾ ചെയ്താലും അത് ഭയങ്കര വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ആ പ്രായത്തിൽ ആരും അങ്ങനെ ചെയ്യൂല. ജിമ്മ് പോക്ക് ആയിക്കോട്ടെ, ഡയറ്റ് ഫോക്കസ് ആയിക്കോട്ടെ, സ്ലീപ്പ് ഫോക്കസ് ആയിക്കോട്ടെ, സ്വന്തം എംപയർ ബിൽഡ് ചെയ്യാനുള്ള തുടക്കം ആയിക്കോട്ടെ, ഇങ്ങനെ അധികം ആൾക്കാർ ഇങ്ങനെ ചെയ്യൂല. നിങ്ങളൊന്ന് ചുറ്റും നോക്കി നോക്ക്. അങ്ങനത്തെ ആൾക്കാരെ കാണാൻ ഭയങ്കര പണിയാണ് ആ ഒരു പ്രായത്തിൽ. പിന്നെ ഒരു 25-26 ആകുമ്പോഴാണ് ചെറുക്കന്മാരൊക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. 20s ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ഏകദേശം ഒരു പ്രശ്നത്തിൽ എത്തി കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടന്റുകൾ വാച്ച് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് പറഞ്ഞ തന്നെ ഒരു കണ്ടന്റാണ്. റോ ആണ്, ഇതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങളെ അറ്റൻഷൻ കൊള്ളാക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും മിസ്റ്റേക്കുമാണ് ഞാൻ പറഞ്ഞു തന്നെ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോൾ മോഡൽസ് ഉണ്ടാവുമല്ലോ, മിസ്റ്റർ ബീസ്റ്റും അതേപോലത്തെ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് ആളല്ലാതെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും നല്ല ഇൻഫോർമേഷൻസ് പകർന്നു തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടന്റ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മലയാളത്തിലുണ്ടോ എന്നറിയില്ല, മലയാളത്തിലില്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും അങ്ങനത്തെ ആൾക്കാരെ കണ്ടന്റ് വാച്ച് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും കിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാനാണ്. അതിങ്ങനെ മാറി ഈ സാധാ ആൾക്കാരൊപ്പം നടന്നാണ്ട് സാധാ ആൾക്കാരെ പോലെക്കാരെ ചിന്താഗതിയൊക്കെ പോവുക. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓലെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കണ മാതിരി തന്നെയാണ് അത് വരിക, അതിൻ്റെ എഫക്റ്റ് വരിക. അപ്പോൾ നമ്മൾ പഴയ തോട്ട്സുകൾ പോയിട്ട് നല്ല തോട്ട്സുകൾ വരും, ചിന്താഗതി മാറി തുടങ്ങും, മൈൻഡ് സെറ്റ് മാറി തുടങ്ങും. അതിന് വേണ്ടിയാണ് പറയുന്നത്. അടുത്തൊരു സംഭവമാണ്
ലേൺ ഹൗ ടു ഫൈറ്റ്. വേറൊരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മാർഷ്യൽ ആർട്സ് ഒക്കെ ചെയ്യണവർക്ക് അറിയാം, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം, ഒന്ന് വേറൊരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും വരും, അതുപോലെ സെൽഫ് കൺട്രോളും വരും. ഇതൊന്നും ഇല്ലാത്ത ചെറുക്കന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുന്നതും ഒരു എന്താ പറയുക നാടൻ തല്ല് തല്ലിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതേസമയം മാർഷ്യൽ ആർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ അവിടുന്ന് ഡിസിപ്ലിൻ പഠിക്കും. അതായത് ഇപ്പോൾ നമ്മളെയും നമ്മളെ ഫാമിലീനെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സെൽഫ് ഡിഫെൻസ് ചെയ്യാനും പറ്റും. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനും നമ്മൾ പഠിക്കും. എൻ്റെ ഒരു ഫൈനൽ അഡ്വൈസാണ്, ഒരിക്കലും ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കരുത്. ഇതൊക്കെ നമ്മളെ ചെറിയ ബേസാണ്, ഫൗണ്ടേഷനാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഒരു 10 വർഷം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് 10 വർഷത്തേക്ക് ഞാനിങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവാന്ന്. ഒരു കോട്ടുണ്ട്, മോസ്റ്റ് പീപ്പിൾ ഓവർ എസ്റ്റിമേറ്റ് വാട്ട് ദേ ക്യാൻ അച്ചീവ് ഇൻ 1 year ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് വാട്ട് ദേ ക്യാൻ അച്ചീവ് ഇൻ 10 years. അപ്പോൾ ആ ഒരു സംഭവം ക്രിസ് വില്യംസിൻ്റെ പോഡ്കാസ്റ്റിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അതായത് ഒരു കൊല്ലം കൊണ്ട് ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരു 10 കൊല്ലം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ സംഭവങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഉള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യലൊക്കെ നിങ്ങളൊരു ഫ്യൂച്ചർ രീതിക്ക് കാണുക, ഇനിയുള്ള 10 കൊല്ലത്തേക്ക് ഇന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ. കാരണം എന്തെങ്കിലും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 കൊല്ലെങ്കിലും എടുക്കും. നിങ്ങൾ നോക്കി നോക്കി, ഒറ്റ കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ടൊക്കെ പെട്ടെന്ന് പൊന്തി വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ലോങ് ടേം സാധനങ്ങൾ, ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല ടൈം എടുത്തിട്ട് വരിക. അപ്പോൾ ഗിവ് എ സെൽഫ് ടൈം, സ്റ്റാർട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.